അപ്പോൾ വെറും 34 ലക്ഷം ഉണ്ടെങ്കിൽ ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിനുള്ളത്. ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ചുറ്റുപാടും തന്നെ വേറെ നമുക്ക് ധാരാളം വീടുകളുണ്ട്, റെസിഡൻഷ്യൽ ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് വരുന്നത് ട്രിവാൻഡ്രത്ത് മലയം എന്ന സ്ഥലത്താണ്. മലയം ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിൽ എത്തിച്ചേരാൻ പറ്റും. മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 മീറ്ററൊക്കെ നമുക്ക് താഴോട്ട് വന്നാൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മെയിൻ റോഡ് കാണാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമുക്ക് ട്രിവാൻഡ്രം പാപ്പനംകോട് നിന്നോ പ്രാവശ്യമ്പലത്തിൽ നിന്ന് നമുക്കൊരു 6 കിലോമീറ്റർ തന്നെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 3,650 സെൻറ്റിൽ 800 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. നമുക്ക് 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വീടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും ഈ ഒരു വീടിന് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ കിണർ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്കിവിടെ കവർ ചെയ്ത് മൂടി അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഉറയൊക്കെ ചെയ്തിട്ടുള്ള കിണറാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഫ്രണ്ട് കിണർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു എലിവേഷനാണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ സിറ്റൗട്ട് കണ്ടോ, നല്ലൊരു ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് വരുന്നത്. 10x4 ഡയമെൻഷനിലാണ് ഈ കാണുന്ന സിറ്റൗട്ട് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ലെങ്ത് ആയിട്ടുള്ളതുകൊണ്ടായിരുന്നു നമുക്കിവിടെ ഒരു ചെയറൊക്കെ ഇട്ടായാലും നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് നമുക്ക് മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നുണ്ട്. ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡോറ് വരുന്നത്. നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നത്. നമുക്കപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്രണ്ടിൽ വരുന്നത് ഹോളും ഡൈനിങ് ഏരിയയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത്. നമുക്ക് 20x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. അപ്പോൾ മോൾഡ് സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടൈല് കണ്ടോ, നമുക്ക് ഈ ഒരു ഡിസൈനാണ് ടൈലിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ കാണാം. ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ഡിസൈനുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മിറർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത് നേരെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഷെൽഫ് പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് ജിപ്സം ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. കണ്ടോ, നമുക്ക് തറ ഫുള്ളും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ധാരാളം ഷെൽഫ് കണ്ടോ, കിച്ചണിൽ ധാരാളം ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ് ഓരോ ഷെൽഫും വരുന്നത്. ഇവിടെ ഗ്ലാസ് കെട്ടി ചെയ്തിട്ടുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സിങ്ക് കണ്ടോ, ഈ ഒരു 2 പൈപ്പ് വരുന്ന ടൈപ്പ് ഒരു സിങ്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ പുറകിലോട്ട് നോക്കിയാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, പുറകിലോട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെയായിട്ട് ഒരു നനകല്ല് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ നമുക്ക് ഇവിടെ അവിടെയൊക്കെ 2 ഭാഗത്തും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാക്കി കാണുന്ന ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമുക്ക് മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് 2 ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഇടത് സൈഡും ഒന്ന് വലത് സൈഡ് 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം നമുക്ക് ഈ ഇടത് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 14x10 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റിങ്ങാണ് നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്കിവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് നമുക്ക് ഈ ഒരു വീടിന് ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് തറയിൽ കണ്ടോ ടൈൽ നമുക്ക് ഈ പാറ്റേൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട കാഴ്ച കാണാം. PVC ഡോർ തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അകത്ത് കയറുമ്പോഴത്തേക്ക് ചെറിയൊരു ബഡ്ജറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ഒരു ലുക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സിനെ ഇവിടെ യൂസ് ചെയ്തിട്ടുമുണ്ട്.
ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു വലത് ഭാഗത്തായിട്ടാണ് വരുന്നത്, TV യൂണിറ്റിന് വലത് ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് 12x12 ഡയമെൻഷനാണ് വരുന്നത്. പുറകിൽ പെയിൻറ്റിങ് ഉണ്ടോ, ഈ ഒരു പാറ്റേണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് ഉണ്ടാതെ ഒരു ഡിസൈനിലുള്ള ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടത്തെയും ലുക്ക് കണ്ടോ, ഈ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന് ഫുള്ള്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 34 ലക്ഷമാണ് ചോദിക്കുന്നത്. അത് ചെറിയ നെഗോഷ്യബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോണിനാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടിയ, ഇപ്പോൾ 50 ലക്ഷത്തിന് മുകളിലോട്ടോ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ളതായാലും അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടായാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള വീട് ട്രിവാൻഡ്രത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ മറ്റ് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.